ഈ സുവിശേഷ യോഗത്തിൻ്റെ പുറകിൽ വലിയൊരു ദൈവപ്രവൃത്തി വ്യാപരിക്കുമെന്ന ബോധ്യത്തോടെ ഇന്ന് രാത്രി യോഗം 9 മണി കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ ജീവൻ്റെ പുസ്തകത്താളിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടെ എഴുതി ചേർക്കേണ്ടതിന് ആത്മഭാരമുള്ള ഒരു പറ്റം ദൈവമക്കളുടെ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ നിലയിൽ നിങ്ങൾ നാവ് തുറന്ന് ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സ്വർഗം ഇന്ന് രാത്രി ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാരിവിടെ കുനിഞ്ഞു നോക്കുന്ന രാത്രിയാണ്. നാളെ നടത്തുവാൻ ഇരുട്ടിൻ്റെ ശക്തികൾ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ കരം ഇന്ന് രാത്രിയുടെ ബലത്തോടെ ഉയരും. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു പറ്റം ദൈവമക്കളുടെ പ്രാർത്ഥന ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു. വാഗ്ദത്തത്തിനെതിരെ, ദൈവപ്രവർത്തിക്കെതിരെ വാദിക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ബലത്തോടെ ഇവിടെ വ്യാപരിക്കും. ജീവൻ്റെ പുസ്തകത്താളിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ കൂടെ എഴുതി ചേർക്കപ്പെടേണ്ടതിന് എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ച് കളയുന്നവൻ്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രൻ്റെ കരത്താൽ ഇന്ന് രാത്രി യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് നിത്യനാശത്തിലേക്ക് പൈശാചിക ശക്തികൾ പാപത്തിൻ്റെ മുഖം വെച്ച് വലിച്ചിഴച്ചു കൊണ്ടിരിക്കുന്ന ചില ആത്മാക്കളെ വിടുവിച്ചെടുക്കേണ്ടതിന് ദൈവപ്രവൃത്തി വ്യാപരിപ്പാൻ ഈ രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച തേജസ്സിൻ്റെ കരങ്ങളിൽ കൈമാറുകയാണ്. അവിടുന്ന് കൈയേറ്റതുകൊണ്ട് സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. എല്ലാവരും വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കാമോ? ആ പുസ്തകം ഒന്ന് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. അതങ്ങനെ നിരിക്കട്ടെ. ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം നമ്മുടെ കരങ്ങൾക്ക് കരുത്ത് പകർന്നതോർത്ത് ഇന്ന് രാത്രി എത്രത്തോളം ശിരസുന്നമിപ്പിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ അത്രത്തോളം ശിരസുന്നമിപ്പിച്ച് ദൈവത്തിന് മഹത്വമർപ്പിക്കാൻ കഴിയണം. ഇതുമായി കർത്താവ് നമുക്ക് യോഗത്തിന് കടന്നു വരാൻ കരുത്ത് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുവാൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിരിക്കുന്ന ദൈവപൈതലേ, നിനക്കൊരിക്കലും വഴി തെറ്റുകയില്ല എന്ന് മാത്രമല്ല, നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം നിൻ്റെ പാതയ്ക്ക് ദീപമായി നിരന്തരം ഇതിൽ നിന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്. ബുദ്ധമതം, ജൈനമതം, പാഴ്സി മതം, സിഖ് മതം, ഇസ്ലാം മതം. എല്ലാ മതസ്ഥർക്കും അവരവരുടേതായ മതഗ്രന്ഥമോ മതഗ്രന്ഥങ്ങളോ ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പവിത്രവാക്യ സംഹിതയായ ഈ പരിശുദ്ധ തിരുവെഴുത്തിൻ്റെ പരമ ഉത്കൃഷ്ടത, ഇതിൻ്റെ പവിത്രത, ഇതിൻ്റെ വൈശിഷ്ട്യം, ഇതിൻ്റെ സത്യസന്ധത, ഇതിൻ്റെ തെറ്റിക്കൂടായ്മ, ഇതിൻ്റെ ദിവ്യത്വം, ഇതിൻ്റെ അപ്രമാദിത്വം ഏതിലാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? സത്യവും സങ്കല്പവും തത്വവും ഒരുപോലെ സമ്മിശ്രമാക്കി സമ്മേളിപ്പിച്ച് മനുഷ്യൻ്റെ മുൻപിലെ ഇലയിൽ വിളമ്പി വയ്ക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ ലോകത്തിലുള്ളപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്തവനെയും ദൈവരാജ്യത്തിന് അവകാശിയാക്കുന്ന ഈ ജീവൻ്റെ വചനത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ഈ രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ഞാൻ കൊതിക്കുന്നത്.
ഇന്ന് രാത്രിയിൽ ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ച് നിങ്ങൾ കരഞ്ഞെഴുന്നേൽക്കുന്ന രാത്രിയായി രാത്രി തീരണം. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, സദസ്സിൻ്റെ മുൻപിലേക്ക് ദൈവത്തിന് സ്തോത്രം വില കുറഞ്ഞ 4 കിട വളിപ്പുപയോഗിച്ച് സദസ്സെ വൈകാരികമായി ഒരുതരം ഉന്മാദാവസ്ഥയിൽ എത്തിച്ചതിന് ശേഷം ഒരുതരം മനഃശാസ്ത്രപരമായ ട്രീറ്റ്മെൻറ്റ് നടത്താനല്ല ഞാനിവിടെ ഇന്ന് രാത്രി എത്തിയിരിക്കുന്നത്. 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ഭൗതിക നേട്ടങ്ങളെ പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടി അവതരിപ്പിച്ച് നിങ്ങൾക്ക് ഭൗതിക നേട്ടമുണ്ടാക്കാനുള്ള ടെക്നിക്കായി സുവിശേഷത്തെ അവതരിപ്പിക്കാനല്ല ഇന്ന് രാത്രി ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ രാത്രി നിങ്ങൾ പോയി കിടന്നുറങ്ങുന്ന കിടക്ക നിങ്ങളുടെ മരണക്കിടക്കയായി മാറിയാൽ, നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങൾ നിത്യതയിലായിരിക്കത്തക്ക വിധം നിങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കാൻ ദൈവാത്മാവി രാത്രി ഇടപെടുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനാപൂർവം വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. മതി, കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഞാൻ മുൻപേ ഒരു വസ്തുത പറഞ്ഞുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളുടെയും പുറകിൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഭാവനകൾ, സങ്കല്പങ്ങൾ, ഐതിഹ്യങ്ങൾ ഇവ ചേർന്നിട്ടുണ്ട്. എന്നാൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിൾ ഐതിഹ്യരഹിതമായ ഗ്രന്ഥമാണ്. അക്കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? സാധു സുന്ദര സിംഗ് എന്ന ബഹുമാന്യ കർത്തൃദാസൻ ഹിമാലയ മേഖലയിൽ പ്രാർത്ഥനയിലായിരുന്നു. ശരീരരഹിതമായി ആത്മലോകത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗം തനിക്കിതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. താൻ അങ്ങനെ പ്രാർത്ഥനാനിരതനായി ആത്മലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ എത്തിച്ചേർന്നു. ആൾ ചോദിച്ചു, സാർ എന്നെ അറിയുമോ? മറുപടി പറഞ്ഞു, അറിയത്തില്ലല്ലോ. ഇന്നേക്കൊരാഴ്ച മുമ്പ് ഇവിടെ അടുത്തുള്ള ഒരു കുഷ്ഠരോഗി ആശുപത്രി അങ്ങ് സന്ദർശിച്ചത് ഓർക്കുന്നു. അവിടെ ഒരു മറയ്ക്കകത്ത് മൂക്കും വിരലുകളുമൊക്കെ ദ്രവിച്ചു മുറിഞ്ഞു പോയ ഒരു മാംസപിണ്ഡത്തിൻ്റെ അടുക്കലിരുന്ന് ക്രൂശിൻ്റെ വചനം പങ്കുവെച്ചത് ഓർക്കുന്നു. ആ വ്യക്തിയാണ് ഞാൻ. ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ആ ഹോസ്പിറ്റൽ ബെഡിൽ നിന്നും ഞാൻ മരിച്ച് ഈ ആത്മലോകത്തെത്തി. എൻ്റെ മുറിഞ്ഞു പോയ മൂക്ക്, എൻ്റെ ദ്രവിച്ചു പോയ വിരൽ എല്ലാം തേജസ്സിൽ തിരിച്ചു വന്നു. യേശു എന്നെ വിടുവിച്ചത് ഈ മണ്ണ് ഇവിടെ പ്രതിഫലിക്കുകയാണ്. നിങ്ങളിന്ന് രാത്രി പറയട്ടെ, നിത്യത എനിക്ക് സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ പൈതലാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനു മുൻപിൽ മൗനവ്രതം അനുഷ്ഠിച്ചിരിക്കരുത്. ആത്മനിയോഗത്തോടെ വിളിച്ചു പറയണം, മണ്ണിനേക്കാൾ നിത്യതയാണ് വലുത്. എന്തിന്? സാധു സുന്ദര സിംഗ് ആത്മനിദ്രയിൽ നിന്നും ഉണർന്നതിന് ശേഷം താൻ നേരെ ആ സ്ഥാപനത്തിലെത്തി. ആ സ്ഥാപനത്തിൻ്റെ രജിസ്റ്ററിൽ ഈ മരണം കുറിച്ചിരിക്കുന്ന സമയം പരിശോധിച്ചു. ഞെട്ടിപ്പോയി. മറ്റൊന്നും കൊണ്ടല്ല, ആത്മലോകത്തിൽ നിന്ന് ആ മനുഷ്യൻ തന്നോട് ഈ ലോകത്തെത്തിയത് ഇന്ന സമയമാണ് എന്ന് പറഞ്ഞ അതേ ടൈമിലാണ് ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ ഇദ്ദേഹത്തിൻ്റെ മരണം കുറിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം കണ്ടു. എൻ്റെ സാന്നിധ്യം ശരീരം കൊണ്ടവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കേൾവിയിൽ, എൻ്റെ ചെവിക്ക് ഞാനത് കേട്ടു. ഇത് മൂന്നും ഒരുപോലെ ഒരാൾ പറഞ്ഞാൽ ആ ആൾ കനത്ത സാക്ഷ്യമുള്ളയാളാണ്. കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും ശരീര സാന്നിധ്യം കൊണ്ടും
ഒരാൾ ഒരു സ്ഥലത്തുണ്ടായിരുന്നപ്പോൾ അനുഭവമായത് നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ 9200 അടി പൊക്കമുള്ള മഞ്ഞ് പെയ്യുന്ന ഹെർമോൻ പർവ്വതത്തിൽ ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വിധത്തിൽ വെണ്മയായി മാറിയ യേശുവിൻ്റെ ഭാവത്തിന് മുൻപിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മരിച്ചു മൺമറഞ്ഞ് ദൈവം ശവമടക്ക് നടത്തിയ മോശയും ഉടലോടെ എടുക്കപ്പെട്ട ഏലിയാവും നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളെങ്കിൽ ഇന്ന് രാത്രി നിത്യതയെ സങ്കല്പമായിട്ടല്ല അത് യാഥാർത്ഥ്യമായി കാണുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, നിത്യത ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, സാമ്രാജ്യ വ്യാപകമായ രണ്ടാമത്തെ ക്രൈസ്തവ പീഡ ഭീകരമായി നമ്മുടെ ആ 1-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ അരങ്ങേറുന്ന സമയമാണ്. ക്രൈസ്തവ സഭാചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത നിരവധി സാധുക്കളായ ക്രൈസ്തവരെ ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി കൊന്ന നീചനാണ് നീറോ. സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ട് കൊന്ന, 2 ഭാര്യമാരെ ആ സ്വന്തം കൈകൊണ്ട് കൊന്ന ഇരയുടെ മരണപ്പിടച്ചിൽ മുൻപിൽ കാണുമ്പോൾ അതിലൂടെ ഒരു വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന മാനസിക രോഗബാധിതനായിരുന്നു നീറോ. ഒടുവിൽ അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അന്നാണ് ഏറ്റവും ക്രൂരമായ ക്രൈസ്തവ പീഡ ഏറ്റവും ഭീകരമായി അരങ്ങേറിയത്. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ചും, വായിലൂടെ വെള്ളമടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടിപ്പൊട്ടിച്ചും, വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് ശരീരഭാഗങ്ങളോട് അത് ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങൾ 2 തുണ്ടുകളാക്കി കീറി മാറ്റിയും, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്നും, ഉദരം പിളർന്ന് കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് കുതിരയുടെ വാലിൽ കെട്ടി വഴിയെ വലിച്ചിഴച്ചു കൊന്നും, അലറിയടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് ഊണിന് വലിച്ചെറിഞ്ഞു കൊടുത്തും, കുനിച്ചു നിർത്തി കഴുത്ത് തിളങ്ങുന്ന വാളുകൊണ്ട് വെട്ടിമാറ്റിയും ക്രൈസ്തവരെ ക്രൂരമായി കൊല്ലുന്ന, കൂരമ്പാൽ മാർ പിളർന്നും കൊടിയ കുരിശിൽ തൂക്കി തോലുരിച്ചും ക്രൂരൻ സിംഹത്തിനൂണായി കൊടുത്തും പാവം ക്രിസ്തരെ കൊന്നു കഷ്ടം എന്ന് കവി പാടുന്നത് പോലെ കൊന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. രണ്ടാമത്തെ സാമ്രാജ്യ വ്യാപകമായ പീഡ ആരംഭിക്കുകയാണ് ഡൊമിഷ്യൻ്റെ കാലഘട്ടം. ദൈവവും കർത്താവും എന്ന് ഭരണാധികാരികളെ മാത്രം സംബോധന ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും അങ്ങനെ സംബോധന ചെയ്യില്ല എന്ന് ഉറപ്പ് നേടിയ ക്രൈസ്തവരെ കൊല്ലാൻ ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ലായിരുന്നു. 40,000-ഓളം ക്രൈസ്തവർ ക്രൂരമായി കൊല്ലപ്പെട്ടു. ഞാനൊരു വസ്തുത ആമുഖത്തിൽ പറയട്ടെ. അധികാരത്തിനോ ആയുധത്തിനോ കാരാഗ്രഹത്തിനോ കാൽത്തളയ്ക്കോ തോക്കിൻ കുഴലിനോ ഈർച്ചവാളിൻ്റെ മൂർച്ചയുള്ള മുനയ്ക്കോ തകർക്കാൻ കഴിയുന്നതല്ല നമ്മിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച യോഹന്നാനെ കളഹസ്തം ചെയ്താൽ, അവൻ്റെ കഴുത്ത് മുറിച്ച് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തോറ്റെന്നല്ലേ അന്നത്തെ അധികാരികൾ വിചാരിച്ചത്. പക്ഷേ അഭിഷിക്തൻ്റെ കഴുത്ത് മുറിച്ച് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരില്ല. പ്രസംഗത്തിൻ്റെ ആകെ പൊരുൾ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിൻ്റെ പൂർത്തിയായ നസ്രായൻ ചരിത്രത്തിൽ ഇറങ്ങി വന്നു. അവനെ കാൽവറിയിൽ തകർത്താൽ, കല്ലറയിൽ അവസാനിപ്പിച്ചാൽ, കല്ലറയ്ക്കുള്ളിൽ കല്ല് വെച്ചടച്ച് സാമ്രാജ്യ ശക്തികൾ ആ കുഴിമാടത്തിന് കാവൽ നിന്നാൽ പ്രസംഗം തീർന്നെന്നല്ലേ അന്നത്തെ അധികാരികൾ വിചാരിച്ചത്. പക്ഷെ കല്ലറ കൊണ്ട് അവൻ്റെ പ്രസംഗം തീരില്ല. അവൻ കല്ലറയെ ഭേദിച്ച് 3-ാം നാൾ കാവൽ
പാപക്കാരുടെ കാൽമുട്ടുകളെ വിറയിപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. അവനെ പിടിച്ചു വയ്ക്കാൻ ഈ കല്ലറയ്ക്ക് സാധ്യമല്ല. അവൻ ഇവിടുന്ന് പോയാൽ പ്രസംഗം തീരുമോ? ഇല്ലെന്നേ. അവൻ പോയാൽ സഹോദരൻ യാക്കോബ് എഴുന്നേൽക്കും പ്രസംഗിക്കാൻ. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ ഹേരോദാവേ? പറ്റില്ല. വാളുകൊണ്ട് കൊന്നാൽ ഒരു സ്തേഫാനോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ എറിഞ്ഞു കൊന്നാൽ പ്രസംഗം തീർക്കാമോ? പറ്റില്ല. അവനെ എറിഞ്ഞു കൊന്നാൽ ദൈവത്തിന് സ്തോത്രം, എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ, നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇന്ന് രാത്രി ഇത്രയും ദൈവദാസന്മാരും ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ഈ മുട്ടച്ചലിൽ ഞങ്ങൾ ശിരസ് ഉയർത്തി പറയുന്നു, ഇടിക്കാൻ കൈകളിൽ ആയുധം എടുത്തവനെ കൊണ്ട് നാളെയുടെ നീളങ്ങളിൽ ഇത് പണിയിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. തിരിച്ചറിയുക, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ കർത്തൃദാസന്റെ കഴുത്ത് ഓസ്തിയൻ പാതയിൽ കുരിച്ചു നിർത്തി വെട്ടിമാറ്റി. പ്രസംഗം തീർന്നില്ല. ഒരു തിമത്തിയോസിനെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ ഉമിത്തിയിൽ നീറ്റിക്കൊന്നു. പ്രസംഗം തീർന്നില്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ, ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. അവരെല്ലാം തിരശീലയ്ക്കപ്പുറത്തേക്ക് മറഞ്ഞു. പ്രസംഗം തീർന്നില്ല. കെ എബ്രഹാമിനെ പോലെ, CS മാത്യുവിനെ പോലെയുള്ള ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ. അവരും പോയി. പ്രസംഗം തീർന്നില്ല. സാധുക്കളായ ഞങ്ങളെ ദൈവം ഇവിടെ നിർത്തി പ്രസംഗിക്കാൻ. ഞങ്ങളുടെ കഴുത്തറത്ത് നിലത്തിട്ട് തട്ടിയാൽ പ്രസംഗം തീരില്ല. ശുണ്ടിത്തരം താട്ടിയാട്ടിക്കൊണ്ട് അമ്മമാരുടെ മടിയിലിരുന്നുറങ്ങുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ സത്യവചനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെ ഇവിടെ നിർത്തി പ്രസംഗിപ്പിക്കാൻ മടങ്ങി വരവ് താമസിച്ചാൽ ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി, ഇരുളിൻ്റെ അധികാരങ്ങൾ ആയുധം വയ്ക്കുന്ന ഈ രാത്രി, പാതാള ഗോപുരങ്ങൾ മുട്ടുമടക്കുന്ന ഈ രാത്രി, ജീവന്റെ പുസ്തകം തുറക്കപ്പെടുന്ന ഈ രാത്രി, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ വ്യാപരിക്കുന്ന ഈ രാത്രി, ദൈവജനം വിളിച്ചു പറയുന്നു, പീഡനങ്ങൾക്ക് തകർക്കാൻ കഴിയുന്നതല്ല സുവിശേഷത്തിന്റെ ശബ്ദം. ഇതിനെ ബന്ധിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ ജീവനാഴി അവിരാമ മലയടിച്ചുയരുന്ന തിരമാലകൾ തെറിപ്പിക്കുന്ന ജലഗണങ്ങൾ, തുഷാരവർഷ സമാനം തളിച്ചുയർന്നു നിൽക്കുന്ന പത്മോസ് ഒരുക്കിയ പശ്ചാത്തലത്തിൽ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ വെളിപ്പാടുകളുടെ പ്രവചന ശൃംഖലകൾ തുറന്നിറങ്ങി വരുന്ന ദിവ്യ ദർശനങ്ങൾക്ക് നടുവിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദർശനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ച് എൻ്റെ വാക്കുകൾ അവസാന കുത്തിടാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും സദൃശ്യൻ. സിംഹാസനത്തിൻ്റെ തലയ്ക്ക് മുകളിൽ കാഴ്ചയ്ക്ക് മരതകത്തിന് തുല്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന് മുൻപിൽ നിർഗളമായി ഒഴുകുന്ന പളുങ്കിനൊത്തൊരു കണ്ണാടിക്കടൽ. സിംഹാസനത്തിന് ചുറ്റും പരിവൃതമായി ചുറ്റും നിൽക്കുന്ന 24 സിംഹാസനങ്ങൾ. അതിൽ വെള്ളയുടുപ്പ് ധരിച്ച് തലയിൽ പൊൻകിരീടം വഹിച്ച 24 മൂപ്പന്മാർ. സിംഹാസനത്തിന് നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും വിചിത്രമായ 4 ജീവികൾ. ഒന്നാം ജീവി സിംഹമുഖം, മറ്റൊരു ജീവി കാളമുഖം, മറ്റൊരു ജീവി കഴുകുമുഖം, മറ്റൊരു ജീവി മനുഷ്യമുഖം. വ്യത്യസ്ത മുഖങ്ങളുള്ള, അകത്തും പുറത്തും നിരീക്ഷണ പാടവത്തിൻ്റെ നിദർശനങ്ങളായ കണ്ണ് നിറഞ്ഞ സ്വർഗസിംഹാസനത്തെ ചുറ്റിച്ചുഴന്ന് നിൽക്കുന്ന വിചിത്ര ജീവികൾ. സിംഹാസനത്തിന് ചുറ്റും ഏറിയ ദൂതന്മാരുടെ ശബ്ദം ആരവം പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പച്ചൻ ഉയരത്തിൽ സിംഹാസനത്തിൽ ഉണ്ടെങ്കിൽ അവൻ അറിയാതെ ഒന്നും സംഭവിക്കയില്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തിയിട്ട് പറയണം. കോവിഡിൻ്റെ ദുരന്തം അനേകരെ മണ്ണിലേക്ക് മടക്കയാത്ര അയച്ചപ്പോൾ കോവിഡ് ബാധിക്കാഞ്ഞത് കൊണ്ടല്ല, ഹൃദയധമനികൾക്ക് പ്രശ്നമില്ലാഞ്ഞത് കൊണ്ടല്ല, ഷുഗറിൻ്റെ ബലഹീനതകൾ ഭരിക്കാഞ്ഞത് കൊണ്ടല്ല, യൂറിൻ പാസ് ചെയ്യുമ്പോൾ പത
ഉയരാത്തത് കൊണ്ടല്ല, ആരോഗ്യത്തിൻ്റെ മേൽ കൈവെക്കാൻ ഉയർന്ന ബലഹീനതകൾ പലതുമുണ്ടെങ്കിലും ജീവനെ തൊടാൻ അനുവദിക്കാതെ ആയുസ്സിന് കിളച്ചു വളമിട്ട് ഇന്ന് രാത്രി ജീവൻ്റെ വചനത്തിൻ്റെ മുൻപിൽ എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, നന്ദി കർത്താവേ, നന്ദി. ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ വരാൻ ദൈവം ഭാഗ്യം നൽകിയത് ഓർത്താൽ ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനും വാപൂട്ടി മൗനവ്രതം അനുഷ്ഠിച്ച് അനങ്ങാമ്പാറ നയത്തിൽ ഇരിക്കാൻ കഴിയുകയില്ല. അവർ വാ തുറന്ന് പറയും, എനിക്ക് ആരോഗ്യത്തോടെ ഒരു രാത്രി കൂടെ തന്ന ദൈവമേ, നിന്റെ കരുതലിന് നന്ദി എന്ന് പറയാൻ നമ്മുടെ അധരങ്ങൾ സ്തോത്രത്തോടെ ചലിക്കും. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ സിംഹാസനത്തെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ സിംഹാസനത്തെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സിംഹാസനം സാധാരണ സിംഹാസനമല്ല, ഉയരത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും. എന്താണ് സിംഹാസനം? സിംഹത്തിൻ്റെ മേൽ വയ്ക്കപ്പെട്ട ഇരിപ്പിടം എന്നർത്ഥം. പുറകോട്ട് ആനക്കൊമ്പ് കൊണ്ട് തീർത്ത് കൈത്താലങ്ങളിൽ സിംഹത്തെ കൊത്തിപ്പണത് രാജാക്കന്മാർ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾക്കാണ് സിംഹാസനങ്ങൾ എന്ന് പറയുന്നതെങ്കിൽ ഈ ഇരിക്കുന്നത് ആരുടെ സിംഹാസനമാണ്? 65 കോടി ഡോളർ വില വരുന്ന മയൂര സിംഹാസനം ഇന്ന് ഇറാനിലെ ജയിലറയ്ക്കകത്തിരിപ്പുണ്ട്. താമ്രമണി, പീതരത്നം, വജ്രം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം, വൈഢൂര്യം, ഈ രത്നങ്ങൾ പതിച്ച കട്ടിലിൻ്റെ മോഡലിൽ മയിലിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കിയ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ആ മയൂര സിംഹാസനം ഭാരതത്തിൻ്റെ ഒരു കാലത്തെ പ്രതാപത്തിൻ്റെ പ്രതീകമായിരുന്നു. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, അതിലൊക്കെ ഇരുന്നവൻ എന്തിയെ? ചത്തുപോയി, നാട് നീങ്ങി, 6 അടി മണ്ണിൽ നീറി ഒടുങ്ങി. അവർക്കാർക്കും മരണത്തിന് ശേഷം ഇരിക്കാൻ കഴിയാതെ കസേര വിട്ടപ്പോൾ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ കണ്ണൊന്ന് ഉയർത്തി നോക്കണം. മരണം കൊണ്ട് നാട് നീങ്ങാത്ത ഒരുവൻ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ അപ്പച്ചൻ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ടെങ്കിൽ, യെസ്, എൻ്റെ അപ്പച്ചൻ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ടെങ്കിൽ അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഉള്ളിൽ ഈ രാത്രി ആരാധനയുടെ തിരതള്ളൽ ഉയരുന്ന രാത്രിയായിരിക്കണം. നാളെ നടത്താൻ ഇരുട്ടിൻ്റെ ശക്തികൾ നിനക്കെതിരെ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിൻപിലിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന അഭിഷിക്തന്മാരെ, എൻ്റെ മുൻപിലിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളെ, ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ഉയർന്നത് യാഥാർത്ഥ്യമെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, ഓ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ബലിമരണത്തിന് മുൻപിൽ ഒരു കരം ഉയർന്നു നിന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് രാത്രി കവിൾത്തടങ്ങളിലൂടെ ഒഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുന്നതിന് മുൻപ് നിന്റെ വിഷയത്തിന്മേൽ നടപടിയെടുക്കാൻ കഴിവുള്ള ഒരു പ്രപഞ്ച ചക്രവർത്തി ഉയരത്തിൽ സിംഹാസനത്തിലുണ്ടെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം ഇരിക്കുന്ന ഇരിപ്പിനെ കണ്ണുകൾ ഉയർത്തി ആ മഹാദൈവത്തിൻ്റെ സിംഹാസനത്തെ ഒന്ന് ആത്മാവിൽ കാണണം. ഏകാധിപത്യത്തിൽ അധിഷ്ഠിതമായ നെബൂഖദ്നേസർ, നെബൂഖദ്നേസർ, ബെൽസസർ, എവിൽമെരോദക് എന്നിവരുടെ സിംഹാസനങ്ങൾ ഇന്നിവിടെ. ഉരുക്ക് പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച റോമൻ സാമ്രാട്ടുക്കളുടെ സിംഹാസനങ്ങൾ ഇന്നിവിടെ. മഹാസമുദ്രത്തിന് നേരെ പടവാൾ വീശിയിട്ട് വൻകരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും വെട്ടിപ്പിടിക്കുമായിരുന്നുവെന്ന് വീമ്പിളക്കിയ ഗ്രീസിലെ അലക്സാണ്ടറിൻ്റെയും ഗ്രീസ് ആധിപത്യത്തിൻ്റെ ഈ സിംഹാസനങ്ങൾ ഇന്നെവിടെ? സ്തോത്രം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സിംഹാസനവും ചെങ്കോലും കിരീടവും ഇന്നെവിടെ? എല്ലാം കൊടുങ്കാറ്റിൽ കരിയില പോലെ പറന്നില്ലേ? എന്നാൽ ഏതൊക്കെ സിംഹാസനസ്ഥന്മാർ മരിച്ചു മൺമറഞ്ഞാലും പള്ളിയുറക്കത്തിലായാലും ഇരുന്നതിന് ശേഷം ഇന്ന് രാത്രി വരെ സിംഹാസനം വിടാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കരം ഇതിൻ്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കണ്ട് ആത്മനിയോഗം പ്രാപിച്ച ദൈവത്തിൻ്റെ ജനം ഈ രാത്രി തിരസുന്നമിപ്പിച്ച് പറയുന്നു, മഹാദൈവം ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. അവൻ അവധിയെടുത്തിട്ടില്ല. അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയല്ല. അവൻ മൗനവ്രതത്തിലല്ല. ആ സിംഹാസനത്തെ വർണ്ണിക്കാൻ
എൻ്റെ ഭാഷയ്ക്കും വാക്കുകൾക്കും ശക്തിയില്ല. സൂര്യകാന്ത പത്മരാഗ രത്നരൂപ തുല്യൻ എന്നാണ് ബൈബിൾ പ്രയോഗം. എന്താണ് സൂര്യകാന്തത്തിൻ്റെ കളറെന്നറിയാമോ? നട്ടുച്ച നേരത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ തിളച്ച് തുള്ളി കുതിച്ച് കയറുമ്പോൾ സൂര്യപ്രഭയിൽ പ്രകാശിക്കുന്ന ആ വെണ്മയ്ക്ക് തത്തുല്യ പ്രകാശപ്രഭ നിറഞ്ഞ ആളത്വം. പത്മരാഗത്തിൻ്റെ കളർ എന്താണെന്നറിയാമോ? താമരപ്പൂവിൻ്റെ ഇതളുകൾക്കിടയിലെ ഇളം ചുവപ്പ്. അങ്ങനെയെങ്കിൽ വെണ്മയും ചുവപ്പും ദേഹത്ത് സങ്കലിതമായ ഒരു പുരുഷരൂപം. ഇത് 6 അടി രൂപത്തിലുള്ള ഒരാളത്വമല്ല. യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു, മഴയുള്ള ദിവസം മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ വലിപ്പമുള്ള സിംഹാസനം, താനി തീ കൊണ്ട് തീർത്ത ഒരു സിംഹാസനം. ആ സിംഹാസനസ്ഥൻ്റെ തലയ്ക്ക് മുകളിൽ മരതകരത്നം, പച്ചരത്നം ഭൂമിയോടുള്ള ഉടമ്പടിയുടെ പ്രതീകമായി പരിവൃതാകൃതിയിൽ ഇങ്ങനെ ജ്വലിച്ച് കത്തുകയാണ്. അപ്പോൾ മരതകരത്ന പ്രഭയും സൂര്യകാന്ത പത്മരാഗ രത്ന തേജസ്സും എല്ലാം മുൻപിലത്തെ പളുങ്കിനൊത്ത കണ്ണാടിക്കടലിൽ തട്ടി പ്രതിഫലിച്ച് സ്വർഗം മുഴുവൻ കനക കമ്പളമായി വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ അത് ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, അതെൻ്റെ അപ്പച്ചൻ്റെ സിംഹാസനമാണ്. ബോധ്യമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ജീവിക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. അവനെ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഇത് എൻ്റെ അപ്പച്ചൻ്റെ സിംഹാസനമാണ്. അവൻ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. ഞാൻ ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയട്ടെ, നിന്റെ ശത്രു നിനക്കെതിരെ രംഗത്ത് വരുമ്പോൾ, നിന്റെ മിത്രം നിനക്ക് അനുകൂലമായി നിൽക്കും എന്ന് നീ വിചാരിക്കുന്ന വേളയിൽ, പ്രതിസന്ധിയുടെ ഒറ്റത്തടിപ്പാലത്തിൽ വെച്ച് നിന്റെ മിത്രവും നിന്നെ കൈയൊഴിയുമ്പോൾ, നിന്റെ കരൾ പറിക്കാൻ, നിന്റെ മാംസം പിച്ചി ചീന്താൻ, നിന്നെ മുളയിലെ നുള്ളിക്കളയാൻ അടുക്കുന്ന ശത്രുവിൻ്റെ മനസ്സിന് മാറ്റം വരുത്തി നിന്റെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്ന നിന്റെ മിത്രത്തിൻ്റെ കൺമുൻപിൽ വെച്ച് നിന്റെ ശത്രുവിനെ കൊണ്ട് നിന്നെ മാനിക്കാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന നിന്റെ പിതാവെന്ന ബോധ്യം അകത്തിരച്ച് കയറുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ, ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും വാ തുറന്ന് വിളിച്ചു പറയണം, എൻ്റെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്ന കണ്ണുകൾക്ക് മുൻപിൽ എന്നെ മാനിക്കാൻ കഴിയത്തക്ക വിധം എൻ്റെ ശത്രുവിന് മാറ്റം വരുത്താൻ ഞാൻ സേവിക്കുന്ന ദൈവം ഈ രാത്രിയും ശക്തനാണ്. ഞാൻ സംഭവം പറയാം. ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിൻ്റെ നട്ടല്ലും കാലഗതിയുടെ മുഴുവൻ കാതലുമാണ് യഹൂദൻ. ഏകസത്യ ദൈവത്തെ മാനവ ചരിത്രത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, ആ ദൈവത്തെ സേവിക്കുന്നത് മുഖാന്തരമുള്ള നന്മകൾ ദൃഷ്ടാന്തീകരിച്ച് വെളിപ്പെടുത്തുവാൻ, ഓമനകുമാരനെ ഈ ഭൂമിയിൽ നൽകുവാൻ വിശുദ്ധ തിരുവെഴുത്തുകളുടെ കൈകാര്യകർത്താക്കളും കാവൽക്കാരും എഴുത്തുകാരുമാകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ ജനതയെ അവർക്ക് ജന്മം കൊടുക്കാൻ പ്ലാൻ ചെയ്തത് ഗ്രേറ്റ് ബ്രിട്ടനാണ്. അവർക്കങ്ങനെ ആധുനിക ഇസ്രയേലിന് ജന്മം കൊടുത്ത ആ മണ്ണിലോട്ട് തിരികെ കയറ്റാൻ ഗ്രേറ്റ് ബ്രിട്ടൻ രംഗത്ത് വന്നപ്പോൾ അറബികളുടെ എണ്ണക്കിണറുകളിൽ കണ്ണുവെച്ചുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ തങ്ങളുടെ പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറി ഇസ്രയേലിന് ബൈബിൾ പ്രവചന നിവർത്തിയായി പലസ്തീൻ്റെ മണ്ണിൽ സ്വതന്ത്ര രാജ്യം അനുവദിക്കരുത് എന്ന് UNOയിൽ വാദിച്ചപ്പോൾ അവൻ്റെ നാശം കാണാൻ കാത്തു നിൽക്കുന്ന നിരീശ്വര രാജ്യമായ റഷ്യയെ കൊണ്ട് യഹൂദന് സ്വതന്ത്ര രാജ്യം പലസ്തീനിൽ അനുവദിപ്പിക്കണമെന്ന് എൻ്റെ ദൈവം UNOയിൽ വാദിപ്പിച്ചതിൻ്റെ കാര്യം ഇന്ന് രാത്രി ഈ കേൾക്കുന്ന നിങ്ങൾക്കൊരു ദൂതാണ്. നിന്റെ തകർച്ചയ്ക്ക് കാത്തു നിൽക്കുന്ന, നിന്നെ കരുതുമെന്ന് വിചാരിച്ച വ്യക്തികളുടെ മുൻപിൽ നിന്റെ ശത്രുവിനെ കൊണ്ട് നിനക്ക് അനുകൂലമായി നടപടിയെടുപ്പിക്കാൻ നീ സേവിക്കുന്ന ദൈവത്തിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. അത്ര വലിയ ഒരുവനെയാണ് ഈ രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ സൂര്യകാന്ത പത്മരാഗ രത്നപ്രഭയിൽ മുങ്ങിക്കുളിച്ച് സ്വർഗസിംഹാസനം നിലകൊള്ളുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച. സ്തോത്രം. സിംഹാസനത്തിന് മുൻപിൽ ഇരിക്കുന്ന സിംഹാസനസ്ഥൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും മുദ്രയിട്ട ഒരു മുദ്രിത ഗ്രന്ഥം ഇരിക്കുന്നു. ഈ പുസ്തകം വാങ്ങുവാനെങ്കിലും ഇതിനെ മുദ്ര ഭേദിപ്പാനെങ്കിലും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ആർക്കുന്ന, ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന ശബ്ദത്തിൻ്റെ ഉടമയായ ഒരു ദൂതനെയും ആത്മമണ്ഡലത്തിൽ കാണുന്നു. പുസ്തകം വാങ്ങുവാനെങ്കിലും അതിനെ മുദ്ര ഭേദിപ്പാനെങ്കിലും യോഗ്യനായി
ആരെയും കാണായികയാൽ യോഹന്നാൻ ഏറ്റവും കരയുന്നു. ഈ സമയം ദൂതന്മാരിൽ ദൗത്യ നിർവഹണത്തിനായി എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിനെ മുദ്രയും ഭേദിപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈ സമയം യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കാഴ്ച കാണുന്നു. അവൻ വന്ന് അതെ സിംഹാസനസ്ഥന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുമ്പോൾ, സ്തോത്രം, സ്വർഗവും സ്വർഗവാസികളും ശബ്ദമുയർത്തി പറയുന്ന പല്ലവിയാണ് ഇന്ന് രാത്രി നിങ്ങൾ വായിച്ചു കേട്ടത്. സ്തോത്രം. എന്താ? കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും നിന്നുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇന്ന് രാത്രി പറയട്ടെ, ആരാധനയ്ക്ക് യോഗ്യൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണെങ്കിൽ അവനെ ആരാധിപ്പാൻ യോഗ്യർ അവൻ്റെ ചോര കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിൻ്റെ ജനമാണ്. എന്താണ് ഈ പുസ്തകം? ആരാണ് ഈ വീണ്ടെടുപ്പുകാരൻ? എന്താണ് ഇവൻ വിലയായി അർപ്പിച്ചത്? ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിൽ യഹൂദൻ്റെ വസ്തു കൈമാറ്റ വ്യവസ്ഥ നമ്മുടെ രീതിയിലുള്ള തീറാധാര കൈമാറ്റമല്ല. യഹൂദന് ജന്മം വിൽക്കാൻ അവകാശമില്ല, തീറാധാരം കൈമാറ്റം ചെയ്യാൻ അവകാശമില്ല. ഇനിയും ദാരിദ്ര്യത്തിൻ്റെ കുപ്പക്കൂനയിൽ ഒരുത്തൻ എത്തുമ്പോൾ അവന് വിൽക്കണം എന്ന് വന്നാൽ അവന് അത് കൊടുക്കാം, പക്ഷേ കടമായിട്ടായിരിക്കും അത്. യോബേൽ സംവത്സരം എത്തുമ്പോൾ ആ നടപടി മടക്കിയെടുക്കത്തക്ക വിധത്തിൽ കാര്യപരിപാടികൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ ചാർച്ചയിൽപ്പെട്ട ഒരാൾ തിരികെ വന്ന് ഇത് വാങ്ങി നൽകണം. അങ്ങനെ ഉള്ള നടപടിക്രമത്തിന് ബൈബിൾ വീണ്ടെടുപ്പ് എന്ന് പറയുന്നു. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ പുസ്തകച്ചുരുൾ മാനവവർഗത്തിൻ്റെ അവകാശ ഭൂമിയായ ഈ ഭൂമിയുടെയും മനുഷ്യകുലത്തിൻ്റെയും വീണ്ടെടുപ്പ് പൂർത്തീകരിപ്പാൻ ആരുണ്ട് എന്നതാണ് ചോദ്യം. ആരെയും കാണായിക കൊണ്ട് യോഹന്നാൻ കരയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം ഞാൻ പറയാം. മോവാബിൽ വെച്ച്, ദൈവത്തിന് സ്തോത്രം, മോവാബ്യ ദേശത്ത് പരദേശികളായി പാർക്കാൻ പോയ മംഗ്ലോൻ, കില്യോൻ, എലിമലേക്ക് എന്നിവരുടെ കുടുംബമുണ്ട്. അതിൽ രൂത്തിൻ്റെ കുടുംബജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്ന സമയം തൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായി വന്ന് നവോമിയോടൊപ്പം ഒരു 2 വിധവമാർ പലസ്തീൻ്റെ മണ്ണിലേക്ക് മടങ്ങിയെത്തുകയാണ്. ആ സമയം ബോവസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ സാധുവായ സ്ത്രീയുടെ ഭർത്താവിൻ്റെ അവകാശത്തെ തിരിച്ചു വീണ്ടെടുക്കാൻ ആരുണ്ട്? ആ സമയം ആരും ഇല്ലാതെ വന്ന ഒരവസ്ഥയിൽ ബോവസ് അത് വീണ്ടെടുക്കാൻ സജ്ജമാകുന്നത് പോലെ മാനവവർഗത്തിൻ്റെ അവകാശ ഭൂമിയായ ഈ ഭൂമിയെയും ദൈവത്തിൻ്റെ സഭ എന്ന മണവട്ടിപദം അലങ്കരിക്കുന്ന ക്രൈസ്തവ സഭയുടെ അവകാശത്തെയായ ഈ ഭൂമിയെ വീണ്ടെടുക്കാൻ ആരുണ്ട്? ഇവരുടെ അവകാശത്തെ വീണ്ടെടുക്കാൻ ആരുണ്ട്? ഇതാണ് ചോദ്യം. ആരും ഇല്ല എന്ന തലം വന്നപ്പോൾ അത് ഒരുവനെ ഉയർത്തി കാണിക്കുന്നു, മറ്റാരുമല്ല, അറുക്കപ്പെട്ട കുഞ്ഞാട് ഒരുവൻ രംഗത്തേക്ക് വരികയാണ്. ഈ പ്രസംഗത്തിൻ്റെ ആകെ കാമ്പും സത്തും സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും ഞാൻ വിളിച്ചു പറയുന്നു. മാനവവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വിലയർത്ഥം കൊടുക്കാൻ ഒരുവൻ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവല്ലാതെ ഒരുത്തനുമില്ലെന്ന ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പറയുന്നു. മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഏക വിഷയം അത് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി രക്തമാണ്. ഈ രാത്രി ഒന്നും പറഞ്ഞില്ലെങ്കിലും വാ തുറന്ന് യേശുവിൻ്റെ രക്തമെന്നും ധരിക്കാൻ നിങ്ങളുടെ നാവുകൾ ചലിച്ചാൽ ഇന്ന് രാത്രി ആ ആശ്രയത്തിൻ്റെ പുറകിൽ വിടുതൽ സംഭവിക്കുന്ന രാത്രിയായിരിക്കും. ഇടത്തിരിക്കുന്നവരെ മറക്കുക, പുറകിലും മുൻപിലും ഇരിക്കുന്നവരെ മറക്കുക. ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തമെന്നൊന്ന് വാ തുറന്ന് പറയാമോ? അത് നിന്റെ കുടുംബത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കും,
അത് നിന്റെ നിത്യതയ്ക്ക് അർഹമാക്കും. നിന്റെ പാപക്കറകളെ പാകം വരുത്തി പരിഹരിക്കും. ആ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാത്രി എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരിക്കട്ടെ. വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന മഴ പോലെ ഈ ഗ്രൗണ്ടിൽ ദൈവസാന്നിധ്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തേണ്ടത് വീണ്ടെടുപ്പിന് എന്താണ് വിലയർത്ഥം നൽകിയത് എന്നാണ്. ആരാണ് വീണ്ടെടുപ്പിന് വേണ്ടി യാഗമായി മാറിയത്? അത് മറ്റാരുമല്ല, ഏദൻ കവാടത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിനെ ചൂണ്ടിക്കൊണ്ട് ആദി മാതാപിതാക്കൾ പറയുന്നു, കുഞ്ഞാടേ നീ യോഗ്യനാണ്. എന്തുകൊണ്ട്? ഞങ്ങളുടെ നഗ്നത മാറി, ഞങ്ങളുടെ നഗ്നത മാറി. മോറിയായുടെ മുകൾ പരപ്പിൽ ഒരു കോലാട്, ഒരു കാട്ടിൽ കുരുങ്ങിയ ആട് അറുക്കപ്പെട്ടു. ചിതയിൽ വെന്തുരുകുന്ന ആടിനെ നോക്കിക്കൊണ്ട് ഇസഹാക്കിനൊരു പാട്ട് പാടാനുണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഈ ചൂളയിൽ നിന്ന് രക്ഷപ്പെട്ടു. പെസഹായും ചോരത്തളിയും ആചരിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനത്തിന് ഒരു പാട്ട് പാടാനുണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് സംഹാരദൂതന്റെ വാൾമുനയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ കാൽവറിയിൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിനെ ചൂണ്ടി അവൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ ജനം ഇന്ന് രാത്രി മുട്ടച്ചലിൽ വിളിച്ചു പറയുന്നു, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ സകല ഗോത്രങ്ങളിലും ഭാഷയിലും വംശങ്ങളിൽ നിന്നുള്ളവരെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഏത് കടുങ്കെട്ട് വീണ വിഷയത്തെയും ഇന്ന് രാത്രി അഴിച്ചെടുക്കാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. അത് ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം പറഞ്ഞാൽ അത് ചരിത്രമായി പറയണം. ആ പുരാതനകാല നിത്യതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് 30ാമത്തെ വയസ്സിൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ കൈക്കീഴിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, 5 അപ്പം കൊണ്ട് 5000ങ്ങൾക്ക് പോഷണം നൽകി, നന്മ സുവിശേഷിച്ച് നാടെങ്ങും സഞ്ചരിച്ച് 33.5 തിരുവയസ്സിങ്കൽ നമ്മുടെ പാപശാപ കാലുഷ്യങ്ങൾ പരിഹരിപ്പാൻ കാൽവറിയിൽ കള്ളന്മാരുടെ മധ്യേ കാരിരും പാണികളിൽ നമുക്ക് വേണ്ടി കുലയ്ക്ക് കൊടുക്കപ്പെട്ട് കനത്ത കാവൽ ശക്തിക്കും കാളവണ്ടി ചക്രത്തിൻ്റെ വലിപ്പത്തിലുള്ള കല്ലിനുമുള്ളിൽ സ്തോത്രം കല്ല് വെച്ചടച്ച അധികാരികൾ കാവൽ നിൽക്കുമ്പോൾ കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച് ശക്തമായ പുനരുത്ഥാനത്തിൻ്റെ വ്യാപാരത്താൽ കല്ലറയെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാൺക സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ മുട്ടച്ചലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്വന്തം തൃക്കരങ്ങളാം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ കൈകളിൽ ചെങ്കോൽ പിടിച്ചുകൊണ്ട് ലോകത്തെ നീതിയോടെ ഭരിക്കാൻ മടങ്ങി വരുന്ന നസറേനായ യേശു 6 അടി മണ്ണിൽ നീറി ഒടുങ്ങിയവനല്ല, അവൻ കല്ലറയെ ഭേദിച്ചുയർത്തവനാണ്. അവൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാത്രി നിങ്ങളുടെ കണ്ണുകൾ ആ കാൽവറിയിലേക്കൊന്ന് ഉയർത്തുക. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ ദൈവമക്കൾ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ ദൈവമക്കൾ. ഈ രാത്രി അഭിഷേകം പ്രാപിച്ച ഒരു ദൈവപൈതൽ പോലും ഇവിടെ മൗനമായിട്ടിരിക്കരുത്. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ ഈ രാത്രി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാട്ടെ. നിങ്ങൾ ഈ രാത്രി ഗൗരവമായി ചിന്തിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആ ഗോൽഗോത്തയിലേക്ക് പോകുന്നതിനുള്ള ഓരോ രംഗങ്ങൾ ഹൃദയഭേദകമാണ്. പ്രാർത്ഥനാ രംഗത്ത് അവൻ ആയിരുന്ന ആ പ്രത്യേക സ്ഥലത്തു നിന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്ന രംഗം ഹൃദയഭേദകമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ. ക്രൂശിൻ്റെ ഭാരം കൊണ്ട് വേദനിച്ച് നീങ്ങുന്നതിനേക്കാൾ വേദനയാണ് ഗതസമനയിലെ കൊടും ചതിവിൽ ദൈവപുത്രൻ അനുഭവിച്ചത്. മാനവ ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഇന്ന് വരെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഉപയോഗിച്ച ചുടുചുംബനത്തെ
കൊടിയ വഞ്ചനയുടെ പ്രതീകമായി ഉപയോഗിപ്പാൻ 30 വെള്ളിക്കാശിൻ്റെ തിളക്കത്തിൽ ദൈവപുത്രനെ ഒറ്റിക്കൊടുത്ത ഇരുതലമൂരി യൂദ ഇസ്കരിയോത്താവിൻ്റെ ചതിവ് ചുംബനം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്നേഹിതാ എന്ന് വിളിച്ച ദൈവപുത്രൻ പ്രാർത്ഥിക്കുന്ന നിനക്കും എനിക്കും ഒരു മാതൃകയായിരിക്കട്ടെ. നിനക്കെതിരെ കരം നീക്കുന്നവർക്കെതിരെ കരമുയർത്താതെ നീതിയോടെ വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിച്ചാൽ ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന കറുത്ത ദിവസങ്ങൾ കൺമുൻപിലുണ്ട്. പ്രതികാരത്തിന് നീ പോകണ്ട, വിഷയം ദൈവകരങ്ങളിൽ കൈമാറുക. രാത്രി ഓർക്കുക, അതേ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടല്ലോ. പീലാത്തോസിൻ്റെ പ്രട്ടോറിയത്തിലേക്ക് നടത്തപ്പെടുന്ന രംഗം, കാൽവറിയുടെ കുലക്കളത്തിലേക്ക് പോകുന്ന ഘട്ടം നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. ഗതസമന, ഗബത്ത, ഗോൽഗോത്ത. ഗതസമന പ്രാർത്ഥനയിൽ ചോര ചിന്തിയ സ്ഥലം. ഗബത്ത ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന അടിയേറ്റ് ആ ചോര ചിതറി വീഴുന്ന സ്ഥലം. ഗോൽഗോത്ത ഒടുവിലത്തെ തുള്ളിച്ചോരയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഊറ്റാൻ എൻ്റെ നാഥൻ ഗോൽഗോത്തയിലേക്ക് നീങ്ങുന്ന രംഗം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയാൻ കഴിവുള്ള ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ വാപൂട്ടിയിരിക്കരുത്. ഞാൻ പറയുന്നത് പൈശാചിക താവളങ്ങൾക്ക് വിറയലാണ്, സാത്താന്യ മണ്ഡലങ്ങൾക്ക് അവൻ്റെ മസ്തകത്തിനേൽക്കുന്ന അടിയാണ്. അവിടുത്തെ രക്തമാണ് എൻ്റെ പാപമോചനത്തിൻ്റെ കെട്ടഴിച്ചത്, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ശാപത്തിൻ്റെ ബന്ധനം തകർത്തത് അവിടുത്തെ രക്തത്തിൻ്റെ ശക്തിയാണ് എന്ന് ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം ലജ്ജ കൂടാതെ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാ തുറന്ന് ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്ന രാത്രിയായി രാത്രി തീരണം. നിത്യനാശത്തിലേക്ക് പോകാൻ അച്ചാരം വാങ്ങിയ നിന്റെ മേൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചുമാറ്റി നിത്യതയ്ക്ക് നിന്നെ അർഹനാക്കാൻ ലോക ചരിത്രത്തിൽ ചൊരിയപ്പെട്ട ഒരു രക്തമുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ രക്തമാണ്. അത് ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഒന്ന് ചെവി തുറന്ന് കേൾക്കണം. ദൈവത്തിന് മഹത്വം. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, പീലാത്തോസിൻ്റെ പ്രട്ടോറിയത്തിൽ അടിച്ച് തകർക്കപ്പെട്ട് പുറം ഉഴവ് ചാലുകൾ പോലെ കീറി മാറിയ അടിയേറ്റ് ഒടുവിൽ ഭാരമേറിയ മരക്കുരിശും തോളിൽ വഹിച്ച് വീണും എഴുന്നേറ്റും വ്യസനവീഥിയിലൂടെ ക്രൂശിൻ്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ ശരീരം ചുട്ടെരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി അവൻ കാൽവറിയെ സമീപിക്കുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ വെള്ളിത്തിരയിൽ ചിത്രമെന്നതുപോലെ കാണണം. കാൽവറിയിൽ, ഗോൽഗോത്തയിൽ, ക്രാനിയോനിൽ തലയോടിടത്ത് എത്തിക്കഴിഞ്ഞ്, ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഒരു പെറ്റമ്മ തനിക്ക് ജന്മം തന്ന തൻ്റെ അമ്മ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി മരിച്ചു എന്ന് ഒരു മകൻ കേട്ടാൽ, മനസാക്ഷിയും മനുഷ്യത്വമുള്ള മകനാണെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ അവൻ കരയും. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കല്ലറയ്ക്ക് മുൻപിലെത്തുമ്പോൾ ഓർമ്മയിൽ നിന്ന് ആ മൺകൂനയ്ക്ക് മുൻപിൽ അറിയാത്ത കവിൾത്തടങ്ങൾ നനച്ചിൽ വരുന്നത്? മാതാപിതാക്കളുടെ ത്യാഗങ്ങളും സ്നേഹവും ഓർത്തല്ലേ? ഒരിക്കൽ കൊറിയയിൽ മഞ്ഞു പെയ്യുന്ന സമയം ഒരു അമേരിക്കക്കാരി യുവതി തൻ്റെ നവജാത ശിശുവിനെ മാറിൽ ചേർത്ത് പിടിച്ച് ഒരു വീടിൻ്റെ ഓരത്തോട്ട് കയറി നിന്നു. ആ വീട്ടുകാരി ചാടിയിറങ്ങി പറഞ്ഞു, പോ, കണ്ടവർക്കെല്ലാം കയറിച്ചാരാനുള്ള സ്ഥലമല്ല വീടിൻ്റെ ഓരം, ഇറങ്ങ്. അവിടുന്ന് ഇറങ്ങി തൊട്ടപ്പുറത്തെ വീടിൻ്റെ ഓരത്തോട്ട് കയറി നിന്നു. അവിടെയും ആട്ടിയിറക്കപ്പെട്ടു. വലിയ വായിൽ കരഞ്ഞുകൊണ്ട് അസ്ഥി കോച്ചുന്ന മാംസം മരവിക്കുന്ന ആ തണുപ്പിൽ കുഞ്ഞിനെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ആ അമ്മ തെരുവിലേക്കിറങ്ങി. ആ സമയം ആരോ പറഞ്ഞു, ദേ ആ കാണുന്ന പാലമില്ലേ,
ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന പാലത്തിൻ്റെ അക്കരെ കരയിൽ ഉയർന്നു നിൽക്കുന്നത് ഒരു സുവിശേഷകൻ്റെ വീടാണ്. അവിടെ ഒരു ഓർഫണേജിൻ്റെ പ്രവർത്തനമുണ്ട്. അവിടെ എത്തിയാൽ നിനക്കും നിൻ്റെ കുഞ്ഞിനും സുരക്ഷിതത്വം കിട്ടും. ആ സ്ത്രീ വേഗം നടന്നു. പക്ഷേ പാലത്തിൻ്റെ അടുക്കൽ എത്തിയപ്പോഴേക്കും അങ്ങോട്ട് കയറാനുള്ള ബലമില്ലാതെ വിറച്ചു മരവിച്ച് വീണു പോകുമെന്ന് തോന്നിയത് കൊണ്ട് പാലത്തിനടിയിലേക്ക് ഇറങ്ങി അടിയിലെ ഒരു കല്ലിൽ ഇരുന്നിട്ട് തൻ്റെ കുഞ്ഞിനെ മടിയിലേക്ക് വെച്ചിട്ട് തൻ്റെ ശരീരം കൊണ്ട് അവൾ ആ കുഞ്ഞിൻ്റെ മേൽ കുനിഞ്ഞതിന് ശേഷം ആ ഇരിക്കുന്ന ഇരിപ്പിൽ അവൾ മരവിച്ചു മരിച്ചുപോയി. രാവിലെ പ്രഭാതയാത്രയ്ക്കിറങ്ങിയ മിഷണറി ശ്രദ്ധിച്ചപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഏങ്ങലടിയും കരച്ചിലും. കാതോർത്ത് വന്നപ്പോൾ ഒരമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞ് അമ്മ മരവിച്ചു മരിച്ചിരിക്കുന്ന കുഞ്ഞ് ജീവന് വേണ്ടി മടിയിൽ കിടന്ന് പിടയ്ക്കുകയാണ്. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അമ്മയെ ക്രൈസ്തവാചാരപ്രകാരം ശവമടക്ക് കഴിഞ്ഞു. ഈ കുഞ്ഞിനെ ഏറ്റെടുത്തിയ ദൈവദാസൻ അതിൻ്റെ 10ാം കൊല്ലം മുറിയിലേക്ക് ചെന്നപ്പോൾ ചോദിച്ചു, മോനെ, നീ ഇവിടെ വന്നത് എങ്ങനെയാണ് എന്ന് നിനക്കറിയാമോ? ദാ ആ കല്ലിൽ നിന്റെ അമ്മ നിന്നെ മടിയിൽ വെച്ച് തുണിക്കകത്ത് പൊതിയുന്ന രീതിയിൽ അവളുടെ ദേഹം കൊണ്ട് കുനിഞ്ഞ് കവിഴ്ന്ന് നിന്നെ സംരക്ഷിച്ച് ചൂട് തന്നു മരിച്ചു. അങ്ങനെയാണ് നിന്നെ എനിക്ക് കിട്ടിയത്. കരയാൻ തുടങ്ങി ചെറുപ്പക്കാരൻ പയ്യൻ. എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് കരയുകയാ. ഒത്തിരി ആശ്വസിപ്പിച്ചിട്ട് ആ ദൈവദാസൻ കടന്നുപോയി. പക്ഷേ രാത്രിയിൽ ആ മുറിക്കകത്ത് അവനെ കണ്ടില്ല. മഞ്ഞിൽ പുതഞ്ഞു കിടന്ന പാദങ്ങളെ പിൻപറ്റി ചെന്നപ്പോൾ താഴത്തെ കല്ലിലോട്ട് കവിണ് വീണ് കടന്നിട്ട് എൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് ഈ മകൻ അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറകിലൂടെ ചെന്ന് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് ആരോഗ്യമുണ്ടെങ്കിൽ 70 വർഷം അല്ലെ 80 വർഷം ഈ ദിവസങ്ങൾ കൊണ്ട് ഇവിടുത്തെ കരുതൽ കഴിയും. എന്നാൽ പെറ്റമ്മ മരിച്ചാലും നിത്യതയോളം കരുതുന്ന അമ്മയേക്കാൾ സ്നേഹം തരുന്ന ഒരാളുണ്ട്. അത് ക്രൂശിൽ ജീവരക്തമൂറ്റിയവനാണ്. ഇന്ന് രാത്രി അമ്മയുടെ മരണമോർത്താൽ ഒരു ഭക്തന്റെ മനസ്സിൽ ആ ഹൃദയത്തിൻ്റെ വേദനയിൽ ഇത് ചിന്തിക്കണം. ഇന്ന് രാത്രി എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്രന്റെ ബലിമരണം, പണി തീർത്ത ക്രൂശ് മലർത്തിയിട്ടിട്ട് അതിലേക്ക് റോമൻ പടയാളികൾ ദൈവപുത്രനെ പിടിച്ചു കിടത്തിയിട്ട് ആ സന്ധിബന്ധങ്ങളെ തകർത്ത് ആണി അടിച്ചിറക്കുമ്പോൾ വായി മാത്രം സ്വാധീനമുള്ളപ്പോ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് അലറിക്കരയുന്ന ദൈവപുത്രനെ ഒരു കയറിൻ്റെ സഹായത്തോടെ വലിച്ചുയർത്തി ആ പാറയിൽ തയ്യാറാക്കിയ ആ കുഴിയിലേക്ക് ഇടിച്ചിരുത്തി ബോഡി അവിടെ ഉറപ്പിക്കുമ്പോൾ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്കുകളെ നിവർത്തിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ക്രൂശിൽ പിടയുന്ന ദൈവകുമാരനെ ഇന്ന് രാത്രി ഞാനിവിടെ ഉയർത്തുമ്പോൾ എൻ്റെ പാപമോചനത്തിനുള്ള എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണിതെന്ന് കൈനീട്ടി ഏറ്റുവാങ്ങാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ വർഷങ്ങളായി നിന്നെ ബന്ധിച്ചിരിക്കുന്ന സാത്താൻ്റെ പിടികൾ അയഞ്ഞിട്ട് നിന്നെ നിത്യതയ്ക്ക് അർഹനാക്കി നിന്റെ പാപരോഗത്തിന് പരിഹാരം തരാൻ യേശുവിൻ്റെ കരം ബലത്തോടെ ഇവിടെ ചലിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ആ രക്തത്തോട് കളിച്ചിട്ടുള്ളവരെല്ലാം ചരിത്രത്തിൽ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ രക്തം എൻ്റെ പാപമോചനത്തിനെന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ദൈവ പൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിത്യതയ്ക്കായി നിന്നെ ഒരുക്കാൻ ആ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയും ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു.
എത്ര ദൈവമക്കൾ ആത്മാവിൽ ഇതൊന്ന് കാണും. ദൈവത്തിന് മഹത്വം കേട്ടോ. ഹല്ലേലൂയ. അഗ്നി സർപ്പ ധ്വംസനം ഏറ്റുവാങ്ങിയ ഒരു യഹൂദൻ അവൻ്റെ വേദനയുള്ള മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ തളർന്ന കണ്ണുകൾ ഉയർത്തി പിച്ചള സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ നോട്ടത്തിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി അവൻ്റെ സിരകളിലേക്ക് കോടി ഇറങ്ങിയിട്ട് അവൻ്റെ മേൽ വ്യാപരിക്കുന്ന പഴയ പാമ്പിൻ്റെ വിഷം മാറി അവൻ കാലൂന്നി ആരോഗ്യത്തോടെ എഴുന്നേൽക്കുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഒരു കണ്ണ് കാൽവറിയിലേക്ക് ഉയർത്തി ഉറപ്പിച്ചാൽ നിന്റെ പാപരോഗത്തിൻ്റെ ബന്ധനം മാത്രമല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന സകല പൈശാചിക വിഷശക്തികളും അഴിഞ്ഞു മാറി നിന്നെ നിത്യതയ്ക്ക് അർഹനാക്കി തീർക്കാൻ ആ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇടം വലം നോക്കാതെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞങ്ങളുടെ വാക്കുകളുടെ ശക്തിയല്ല, ആ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ ബലത്തോടെ വ്യാപരിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഈ മിനിറ്റുകളിൽ ഒരു യുദ്ധം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തേജസ്സിൻ്റെ കരം ചില വ്യക്തികളെ തൊടുകയാണ്. ചില ഭവനങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന സാത്താൻ്റെ ആധിപത്യങ്ങളെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. മനുഷ്യൻ്റെ കരമല്ല നിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരുന്നത്. ആ രക്തത്തിൻ്റെ തുള്ളികൾ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യഹൂദൻ ആ ചോരയ്ക്ക് ഇപ്പോഴും കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാഥൻ്റെ പവിത്ര പാദസ്പർശനത്താൽ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിക്കീറും അളവിൽ അതിനു മുൻപിൽ അവർ മുട്ടുമടക്കിക്കൊണ്ട് യേശുവിനെ ഏറ്റെടുക്കുന്നത് വരെ ഈ രക്തത്തിന് അവർ കണക്ക് കൊടുക്കും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന സാധുവായൊരു ദൈവ പൈതൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എൻ്റെ പാപം മോക്കി എന്നെ ശുദ്ധീകരിക്കുന്നെന്ന് പറയാൻ നിന്റെ അധരം ചലിപ്പിച്ചാൽ നാളെ രാത്രി 10 മണിക്കല്ല, ഇന്ന് രാത്രി 9 മണിക്ക്, ഈ 9:30 നിന്റെ ശരീരത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. എത്ര പേർ ശബ്ദം ഉയർത്തി ആ കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഒന്ന് വാ തുറന്ന് പറയും, കർത്താവേ, വീണ്ടെടുപ്പിൻ്റെ രക്തത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ക്രൂശിൻ്റെ ചുവട്ടിൽ ഞാൻ അഭയം തേടുകയാണ്. ആ 2 കരങ്ങളും കർത്തൃസന്നിധിയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആ 2 കരങ്ങളും കർത്തൃസന്നിധിയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ദൈവമക്കളുടെ നാവിൽ ഈ രാത്രി ശക്തമായ പ്രാർത്ഥന ഉയരണം, ശക്തമായ പ്രാർത്ഥന ഉയരണം. എൻ്റെ വാത്സല്യ സഹോദര, കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച കോവിഡിൻ്റെ അപകട നിലയിൽ അനേക പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിലോട്ട് കയറിപ്പോയപ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ട് കൊച്ചിൻ്റെ കല്യാണക്കാര്യം ചിന്തിക്കാം, ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം വസ്തുവിൻ്റെ വീതം കൈകാര്യം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയതാണ്. പക്ഷേ ഇറങ്ങി വന്നത് പ്ലാസ്റ്റിക് പൊതിഞ്ഞായിരുന്നു. പലരെയും കത്തിച്ച് കളഞ്ഞപ്പം നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് ഒരു സുവിശേഷ യോഗം കൂടെ കേൾക്കാൻ ഗ്ലോറി സ്വർഗം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നിന്റെ കരുത്ത് കൊണ്ടല്ല. എൻ്റെ ദൈവം നിനക്കൊരല്പസമയം കൂടെ അനുവദിച്ചതാണ്. ഹാദൽ ഘടകന ദിഗജ ദിഗൽ ഘടകന ഉദര ദിഗനയാരകനക. ഓ രക്തത്താൽ ചെയ്യും. രാത്രിയുടെ ഏകാന്തതകളിൽ നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഗാഠമായി ഉറങ്ങുമ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപിൽ നിന്റെ ശരീരം വെട്ടി വിയർത്ത് രാത്രിയിൽ നിനക്കൊരു വശം തളർന്നതുപോലെ തോന്നി എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്ന വേളയിൽ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് നടത്തിയ ചില ശുശ്രൂഷകൾക്ക് മുൻപിൽ ജീവൻ മരണ പോരാട്ടത്തിൽ നിന്റെ ജീവൻ മടക്കി കിട്ടി. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല. ആ രക്തത്തിൻ്റെ കഴികൾ നിനക്ക് തരാൻ ഒരവസരം ദൈവം അനുവദിക്കുകയായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. അല്പം ഒരു ബയോപ്സിക്ക് എടുത്തപ്പോൾ അത് തുടക്കത്തിൽ വലുതായി തോന്നിയില്ലെങ്കിലും ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് വന്നപ്പോൾ മരണദൂതൻ നിന്റെ മേൽ ആ തണുത്ത കരം വെച്ചതാണ്. എന്നാൽ പിടിമുറുക്കാൻ അനുവദിക്കാതെ, നിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബന്ധിക്കാൻ അനുവദിക്കാതെ, മരണത്തെ മുഖാമുഖം കണ്ടിട്ടും സർവശക്തൻ നിന്നെ വിടുവിച്ചെടുത്തത് നിന്റെ കഴിവ് കൊണ്ടല്ല, അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ്. ഒരു ചോദ്യം ഇന്ന് രാത്രി ആത്മാർത്ഥമായി ചോദിക്കുന്നു. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? ഈ രാത്രിയിൽ പാപക്കറ പിടിച്ച നിന്റെ ജീവിത വസ്ത്രത്തെ കഴുകിയെടുക്കാൻ
യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ വരികയാണ്, എന്നെ കഴുകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? ഈ രാത്രി വീണ്ടെടുപ്പ് അർത്ഥമായി ചൊരിഞ്ഞ ആ പരിശുദ്ധ രക്തത്തിൻ്റെ തുള്ളികൾ നിനക്ക് വേണ്ടി വാദിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ആദ്യം രോഗശാന്തി അല്ല, ആദ്യം പാപശാന്തി. അതിന് പരിഹരിക്കാൻ കഴിയുന്ന ഏക വഴി യേശുവിൻ്റെ പരിശുദ്ധ രക്തം. ആ കരങ്ങളൊന്ന് ഉയർത്തി എഴുന്നേറ്റാട്ടെ, ഒരു നിമിഷം ദൈവസ്ഥലിൽ എഴുന്നേറ്റാട്ടെ. ആ രണ്ട് കരങ്ങളും എത്രത്തോളം ഉയർത്തിപ്പിടിക്കാമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ആ രണ്ട് കരങ്ങളും എത്രത്തോളം ഉയർത്തിപ്പിടിക്കാമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എന്നിട്ട് വാ തുറന്ന് എത്രത്തോളം ശബ്ദം ഉയർത്തി പറയാമോ അത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഓ രക്തത്താൽ ജയം. ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ലോകത്തിലെ ഏത് ശരണമന്ത്രങ്ങളെക്കാൾ ശക്തമാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞ യേശുവിൻ്റെ ശബ്ദം. ഗ്ലോറി. ഇവിടെ ആരും പേര് കൊടുക്കുന്നത് അപ്പനും അമ്മയും അടുത്ത ബന്ധുക്കളും കൂടെ ആലോചിച്ചിട്ടാണ്. എന്നാൽ ജോസേഫും മറിയയും കൂടെ ആലോചിച്ചിട്ട പേരല്ല യേശുവെന്ന പേര്. അത് മണ്ണിൽ ഉടലെടുത്ത നാമമല്ല, അത് വിണ്ണിലുടലെടുത്ത നാമമാണ്. ഇന്ന് രാത്രി പറയട്ടെ, ഈ നാമം സാധാരണ നാമമല്ല, സകല മുഴങ്കാലും മടങ്ങുന്ന നാമമാണ്. ഇതിൻ്റെ മുൻപിൽ സ്വർലോകരുടെ മുഴങ്കാലുകൾ മടങ്ങും, ഇതിൻ്റെ മുൻപിൽ അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തിക്കൊണ്ട് യേശുവേ എന്നിന്ന് രാത്രി എന്ന് വാ തുറന്ന് പറയുമെങ്കിൽ നിന്റെ വിഷയത്തെ തൊടാൻ ഈ ഗ്രൗണ്ടിൽ യേശുവിൻ്റെ രക്തം ബലത്തോടെ ചലിക്കുകയാണ്. ഗ്ലോറി. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഞാൻ നിങ്ങൾക്ക് അവസരം വേർതിരിക്കുകയാ ഈ രാത്രി. ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട, ലജ്ജ വേണ്ട. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ദൈവത്തിന് മഹത്വം. ശരീരത്തിൽ കാണുന്ന ചില ചെറിയ വ്യതിയാനങ്ങൾ അടുത്ത ദിവസം നിന്നെ മരണക്കയത്തിലേക്ക് തള്ളിവിടുമോ ഇല്ലെന്ന് ആരറിഞ്ഞു? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല എൻ്റെ മുൻപിൽ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ. നാം നിമിഷം കൊണ്ട് വാടി വീഴുന്ന പുൽത്തണ്ടിലെ പുഷ്പക്കൊടികൾ മാത്രമാണ്. ആ കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിയിട്ട് ആശ്രയത്തിനായി ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ വരികയാണ്. ഇന്ന് രാത്രി എന്നെ കഴുകണമേ വീണ്ടെടുപ്പുകാരാ, നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. പ്രാർത്ഥിക്കാൻ കഴിയുമോ? ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചേ. ഞാനൊരു വസ്തുത പറയാം, ഒന്ന് ശ്രദ്ധിക്കണം, ചെവി തുറന്ന് കേൾക്കുക. ആത്മീയ ശുശ്രൂഷ മാന്ത്രിക പ്രോഗ്രാം അല്ല, പാപമോചനം ആണ് ഒന്നാമത്തെ വിഷയം. നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തുവിനെ കുരിശിച്ച കുരിശ്? ആ കുരിശ്, സ്തോത്രം, ആ ക്രൂശ് ബർബാസിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ്. ക്രൂശീകരണം കഴിഞ്ഞ് പടയാളികൾ ബർബാസിന്റെ ജയിലിന്റെ മുൻപിൽ ചെന്ന് പറഞ്ഞു, പോൽ ബർബാസ്, നിനക്കു പകരം യേശു എന്ന ഒരാൾ കുരിശുമായി പോയി, നിന്നെ സ്വതന്ത്രനാക്കാൻ ഗവൺമെന്റ് കൽപ്പിച്ചു. ചെറുപ്പം മുതൽ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ള ബർബാസ് പറഞ്ഞു, ഇല്ല, അവൻ വിശുദ്ധൻ, ഞാനാണ് മരണയോഗ്യൻ. അപ്പോഴേക്കും മരണം കഴിഞ്ഞിരുന്നു. ജയിൽ വസ്ത്രവുമായി ഉയർത്തിയ കരത്തോടെ, ഞാനാണ് മരണയോഗ്യൻ, ഞാനാണ് മരണയോഗ്യൻ, ഞാനാണ് മരണയോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗോൽഗോത്തയുടെ ചുവട്ടിലേക്ക് ചെന്ന് മരണം കഴിഞ്ഞ ദൈവപുത്രന്റെ ക്രൂശിന്റെ ചുവട്ടിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ താണ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ബർബാസ് പറഞ്ഞുവെന്നാണ് ചരിത്രരേഖ, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. ഇത് പറയാൻ ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ
നിന്റെ മരണവിധി നിത്യ നരകത്തിൽ നിന്ന് മാറി നിന്നെ നിത്യതയ്ക്ക് അർഹനാക്കാൻ യേശുവിൻ്റെ കരം ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ അന്തസത്ത. ഞാൻ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വരികയാണ്. എനിക്ക് വിടുതൽ വേണം. ഞാൻ കാൽവറിയെ ആലിംഗനം ചെയ്യുകയാണ്. എൻ്റെ പാപക്കറ നിറഞ്ഞ ജീവിത വസ്ത്രത്തെ കഴുകി നിത്യതയ്ക്ക് എന്നെ അർഹനാക്കണേ. ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ വരികയാണ്. കുഞ്ഞേ, എൻ്റെ കൂടെപ്പിറപ്പേ, അർപ്പണത്തിനും തർപ്പണത്തിനും ഉരുളച്ചയ്ക്കും ഉരുളുനേർച്ചയ്ക്കും യാഗങ്ങൾക്കും കർമ്മങ്ങൾക്കും വഴിപാടുകൾക്കും കോടതിക്കും പോലീസ് സ്റ്റേഷനും അഡ്വക്കേറ്റിനും കഴിയാത്തത് യേശുവിൻ്റെ രക്തത്തിന് ഇന്ന് രാത്രി കഴിയുമെന്ന ഉറപ്പോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു. നീ വാ തുറന്ന് ആശ്രയിച്ച് ചെല്ലുക. ആ കരം നിന്നെ തൊടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി പാസ്റ്ററെ, എനിക്ക് പ്രാർത്ഥന വേണം. ഞാൻ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരികയാണ്. ആ രക്തത്തെ ഞാൻ ആലിംഗനം ചെയ്യുന്നു. സ്തോത്രം. പാസ്റ്ററെ, ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ വരുന്നു, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഈ ശബ്ദവാഹിനിയിലൂടെ മുഴങ്ങുന്ന ജീവന്റെ വചനം എൻ്റെ കൂടെപ്പിറപ്പേ, കളിയല്ല. ഈ രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ത്യയാത്രയുടെ സമയം, അടുത്ത ആക്സിഡന്റ് ആണോ ആർക്കറിയാം? എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം റാന്നിയിൽ നെഞ്ചിനകത്തൊരു അസ്വസ്ഥത തോന്നി ഹോസ്പിറ്റലിലെത്തി. ഒന്ന് ECG എടുത്തു. ഡോക്ടർ പറഞ്ഞു ഒന്നും കാണുന്നില്ല. ഡോക്ടറെ, എന്തെങ്കിലും ഒന്ന് താ എന്ന് പറഞ്ഞു. ഒന്നുകൂടി ECG എടുത്ത് നോക്കാമെന്ന് പറയുന്നതിനിടയിൽ ഒന്ന് വെട്ടി വിറച്ചു. അപ്പോഴേക്കും പോയി. ഓർക്കുക, മരണത്തിൻ്റെ കരം എപ്പോഴും തൊട്ടുപുറകിലുണ്ട്. എന്നാൽ യേശുവേ, നിന്റെ മരണം എൻ്റെ പാപമോചനത്തിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വരികയാണ് എന്ന് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടെങ്കിൽ നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന രാത്രിയായിരിക്കും ഈ രാത്രി. ഒരു ചെപ്പടി വിദ്യയും വേണ്ട. ക്രൂശിൽ ആശ്രയിക്കൂ. കാൽവറിയാണ് ഏക പ്രശ്ന പരിഹാരം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ, ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ എന്ന പാട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി നമുക്കൊന്ന് ചേർന്ന് പാടാം. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ,
ഞാൻ ആ ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. കർത്തൃദാസന്മാരുടെ കരങ്ങൾ ഈ സദസ്സിന് നേരെ ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തൻ്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തിൻ്റെ കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി സമർപ്പിപ്പാൻ ഉയർത്തിയ കരങ്ങളെ തേജസ്സിൻ്റെ കരങ്ങളിൽ കൈമാറുകയാണ്. ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തിയാൽ അടയാളത്തോടു കൂടിയ ചില ദൈവപ്രവർത്തികൾ ഈ ഉയർന്ന കരങ്ങൾക്കായി ഇന്ന് രാത്രി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഈ രാത്രി അവർക്കായി അത് സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. മാനവ കുലത്തിന് നടുവിൽ വീണ്ടെടുപ്പർത്ഥമായി ചൊരിഞ്ഞ ഒരു രക്തമുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. എൻ്റെ ഒരു തുള്ളി രക്തം ഇവിടുത്തെ DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ക്രോമോസോമുകളുടെ സങ്കലനമാണ്. എന്നാൽ അപ്പൻ്റെ ക്രോമോസോമുകളില്ലാതെ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിനകത്ത് ദൈവത്വം ഇറങ്ങി വന്ന ഒരു തുള്ളി രക്തം മാനവകുല കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ രക്തമാണ്. രക്തത്തിൽ ആശ്രയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.